കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആലാപന വസന്തത്തിന് അനുഗ്രഹം മധുരം പകരുന്ന ഈ വേദിയിൽ നമ്മുടെ ദീപു അങ്കിളിനൊപ്പം തീർത്ഥക്കുട്ടി എത്താണ്. വെൽക്കം തീർത്ഥക്കുട്ടി ആൻഡ് ദീപു അങ്കിൾ ഓൺ സ്റ്റേജ്.
സൂപ്പർ കാലക്കി. വളരെ ക്യൂട്ടായിരുന്നു. അതെ, ആ ഇടയ്ക്ക് അങ്ങനെ ഡാൻസ് ചെയ്തതും പിന്നെ ആ പാട്ടിന്റെ മൂഡിന് വേണ്ടിയ ഒരു എക്സ്പ്രഷൻസും അടിപൊളി. തീർത്ഥ പാടിയത് ഇഷ്ടപ്പെട്ടോ ദീപക് അങ്കിളിനെ? പിന്നെ നമ്മുടെ കുഞ്ഞുവാവയുടെ പാട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നൈസ്. ഇതൊരു വലിയ ഒരു വേറെ ഒരു ഫീൽ അല്ലേ നമ്മുടെ കുഞ്ഞു വാവകളോട് ഇങ്ങനെ നമ്മള് ഡുവറ്റ് പാടുമ്പോ. ഇതൊരിക്കലും നമുക്ക് വലിയ ആൾക്കാരുടെ കൂടെ പാടുമ്പോ കിട്ടുന്നതല്ല. ഇത് ഒരു ഭയങ്കര ഒരു ഓമനത്വത്ത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പാടുന്നത്. അപ്പൊ നാച്ചുറലി അതുപോലത്തെ എക്സ്പ്രഷൻസും കുട്ടികളുടെ അടുത്ത് നിന്ന് വരുന്നത് വെച്ചിട്ട് തന്നെ ഹാപ്പി. ഇന്നിപ്പോ ദീപു അങ്കിളിന്റെ കൂടെ ഡ്യുവറ്റ് പാടി. ഇനി ദീപു അങ്കിളിന്റെ മ്യൂസിക്കിൽ പാടാൻ സാധിക്കട്ടെ കേട്ടോ. വൈകാതെ തന്നെ നമുക്കത് പ്രാർത്ഥിക്കാം. അതെ. ഇനി നമ്മുടെ അടിപൊളി കോംബോ ശ്രീഹരിയും കൃഷ്ണജിത്തും വരാൻ പോവാണ്. വെൽക്കം ശ്രീഹരി ആൻഡ് കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. ഇവരെപ്പോ സ്റ്റേജിൽ വന്നാലും ഇരട്ട വെട്ട പോലെ അങ്ങനെ ഇരിക്കുന്നു. മണിയനും കിണിയനും കൂടെ എന്താണ് ഇവിടെ കിങ്ങിണിയാക്കാൻ പോകുന്നത്? ഞങ്ങള് ഇന്ന് മിടുക്കനായിട്ട് പറയടേ ഒന്ന്. ഞങ്ങൾ ഇന്ന് പാടാൻ പോകുന്നത് ഏ ആത്ത ആത്തോരമ്മ എന്ന പാട്ട്. അതിന്റെ റീമിക്സ് ഞാനാണ് പാടിയത്. എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു അല്ലേ? ഇതെന്തായാലും സെലിബ്രേഷനാ. അങ്ങനെയാണെങ്കിൽ അനുജിയും കൂടെ പോയിട്ട് പാടും. അതെ ചെല്ലേ. എന്നല്ല പോളിക്ക്. മധു കണ്ടിട്ട് എത്ര നാളായി. അതെ, ഇവിടെ ഒരു അനുജി ഉള്ളതുകൊണ്ട് എന്നെ ഓർമ്മയില്ലല്ലോ. എന്താണെന്ന് കാണാൻ ആ മുഖം ഒന്ന് കാണട്ടെ. അതെ, നമ്മൾ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാറേ ഇല്ല. അതെ, മധുവിന് സമയം കിട്ടാറില്ല. ഇത് പോയി. അത് ശരി, നമ്മൾ വിളിച്ചില്ലല്ലോ. അങ്ങോട്ടല്ലേ ചെല്ലാം. അങ്ങോട്ട് അവിടെയാണ് വിളിച്ചത്. അതെ. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖം? എല്ലാവർക്കും സുഖം. അവിടെ സുഖമല്ലേ? എല്ലാവർക്കും സുഖം.
അതൊന്ന് എന്തെങ്കിലും ഒന്ന് റെഡിയായി വരുമ്പോഴേക്ക് തീർന്നു പോയി. തീർന്നു പോയി. ഞാൻ എന്റെ സൺഗ്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും പാട്ട് കഴിഞ്ഞു. പാട്ട് കഴിഞ്ഞു. ഓ, ഭാഗ്യം. Dance ഒക്കെ കഴിഞ്ഞ് very good. അസാധ്യമായിട്ട് പാടി രണ്ടുപേരുടെ ഒരു സ്പിരിറ്റ് അല്ലേ? അതെ, ഒരു രക്ഷയില്ല. അവന് ഏറ്റവും പഞ്ചമൻ ടച്ച് ചെയ്യാൻ നേരത്തെ അവന്റെ കാലിങ്ങനെ നിൽക്കും. ഇങ്ങനെ പോകും. എത്തിപ്പിടിക്കാൻ നോക്കി. അതാണ് അവന്റെ മാക്സിമം. ഇത്രയുണ്ട്, 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 ഇതാണ് മാക്സിമം. അതിന്റെ മണിയനും കിണിയനും കൂട്ടത്തിൽ നമ്മുടെ മണിച്ചിയും കാലയ്ക്ക് തിമിർത്ത് പൊളിച്ച് ഇപ്പോഴാണ് 150 ആയത്. സൂപ്പർ. തമ്പിസാരി ഇനി എന്നെ കണ്ട് ഒരു അഭിമാനം എല്ലാം അഭിമാനമല്ല, ബഹുമാനം. അതെ, ബഹുമാനം. അതെ, എന്തോ കറക്റ്റ് തകർത്തു. പക്ഷെ അനുചേച്ചി പൊളിച്ചെടുക്കി. ഞങ്ങൾ ഒരു ടീം സെറ്റ്. എനിക്കും വേണം. അയ്യോ. അപ്പൊ നമ്മുടെ സ്വന്തം ശ്രീകുമാരൻ തമ്പി സാറിന്റെ കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ നമ്മുടെ ഇവിടുത്തെ കുട്ടി കുറുമ്പുകൾ ചേർന്ന് പാടുകയാണ്. സോ നമുക്ക് എല്ലാവരെയും പാട്ട് കേൾക്കാം. വെൽക്കം. നമസ്കാരം സർ. നമസ്കാരം സർ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ലവ് ആൻഡ് ബ്ലെസ്സിങ്സ്. താങ്ക് യു സർ.
അക്ഷിത്, എന്തോ ആ സ്വയംവരം കണ്ടതുപോലെ തന്നെ എനിക്ക് തോന്നി. അത്രത്തോളം മനോഹരമായിട്ട് പാടി. താങ്ക് യു മാം. തമ്പി സാർ, ആ. എങ്ങനെ തോന്നി? എങ്ങനെ ഉണ്ടായിരുന്നു മോന് പാടിയത്? എല്ലാവരും മനോഹരമായി പാടി. അല്ല, സ്വാമിയുടെ ഒരുപാട് ആ ഉത്തര സ്വയംവരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്വാമിയുടെ ആ ഒരു ഫേസ് അല്ലേ ഓർമ്മ അതിലെ വരുന്നത്? ഒരു ഭയങ്കരമായ തെറ്റിദ്ധാരണയുണ്ട്. അതായത് അർജുനനായി ഞാൻ അവൾ ഉത്തരയായി ഇത് പ്രാർത്ഥിച്ചപ്പോൾ അർജുനൻ ഉത്തരയെ കല്യാണം കഴിച്ചു എന്ന് അർത്ഥമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ അല്ല, കല്യാണം കഴിച്ചില്ലെന്നാണ്. അർജുനൻ ബൃഹന്തള എന്ന വേഷത്തില് കഴിയുമ്പോൾ ഉത്തരയെ പഠിപ്പിച്ചു. അവർ ഒരുമിച്ച് താമസിച്ചു. ഉത്തരയെ ഡാൻസ് പഠിപ്പിച്ചു. അതെ. അപ്പം മനസ്സിലായി ഇവർ പാണ്ഡവന്മാരാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്തൊരു അനീതിയാണ് ചെയ്തത്, ഇത്രയും വലിയ ആളുകളെ എന്നെ ജോലിക്കാരായിട്ട് വെച്ചില്ലെന്ന് വിരാട് രാജാവ് ദുഃഖിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മാപ്പ് ചോദിച്ചിട്ട് പറയും, അർജുനോട് പറയും, എൻ്റെ ജീവിതത്തിലെ നിധിയെ ഞാൻ അങ്ങേക്ക് തരുന്നു, ഉത്തരയെ ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് പറയാം. അപ്പോൾ അങ്ങേര് പറയും അത് പ്രയാസമുണ്ട്, എനിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള അർജുനൻ പറയുന്നു. അപ്പോൾ രാജാവെ അങ്ങേക്ക് അപമാനം ഉണ്ടാവും. എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു, അപ്പം ഞങ്ങൾ തമ്മിൽ അവിഹിത ബന്ധമായിരുന്നു നാട്ടുകാർ പറയും. അങ്ങേക്ക് അപമാനം ഉണ്ടാവും. രണ്ടാമത് ഞാൻ പഠിപ്പിച്ചു പോയി അവളെ, ഗുരു ശിഷ്യനെ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ വിരാട് രാജാവ് പറയാം അത് സാധ്യമല്ല, നമ്മൾ പാണ്ഡവരുമായിട്ട് എനിക്കൊരു ബന്ധം സ്ഥാപിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ സുഷയായി സ്വീകരിച്ച് എൻ്റെ മരുമകളായി സ്വീകരിക്കാം. അഭിമന്യു അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കഥാ സന്ദർഭത്തിന് ഒപ്പിച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കഥയിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നസീർ ഷീലയെ പ്രണയിക്കുന്ന എല്ലാവർക്കും അറിയാം. സാധനയാണ് ഈ നസീറിൻ്റെ കഥാപാത്രം സ്നേഹിക്കുന്ന പെണ്ണ്, അവളാണ് ഉത്തര. ഇതെല്ലാം CID പടമാണ്, നല്ല അടിപ്പടമാണ്. അപ്പോൾ നായകൻ പ്രേം നസീർ CID ആണ്. അതുകൊണ്ടാണ് അജ്ഞാതവാസന ഞാൻ കൊണ്ടുവന്നത്. സ്വാമിയുടെ വലിയൊരു ക്വാളിറ്റി, സ്വാമി ഹരഹരപ്രിയ ഭയങ്കര ഇഷ്ടമാണ്. ഉത്തരാസ്വാമി പറയും, ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു, അശോക പൂർണിമ വിടരും വാനം, അനുഭൂതികൾ തൻ രജനീയാമം, അലയുകയായൻ അനുരാഗ കൽപ്പന, ആകാശത്താമര തേടി. അതിങ്ങനെ പ്രിയ. അതെ. ചിരിയോ ചിരി, ചിരിയോ ചിരി, ചിലമ്പണിഞ്ഞ തെക്കൻ കാറ്റിന് ചിരിയൊതുക്കാൻ മേല, കുപ്പിവളയണിഞ്ഞ വള്ളി പെണ്ണിനും ചിരിയൊതുക്കാൻ മേല, ചിരിയോ ചിരി. ഇങ്ങനെ ഒരുപാട് ഘടകപ്രിയ സ്വാമി ചെയ്തിട്ടുണ്ട് എൻ്റെ വരികൾ തന്നെ. അപ്പോൾ ഈ മൂന്നെണ്ണം ഞാൻ പാടിയത് ഒന്നും മറ്റൊന്നിനെ പോലെ ഇല്ല, ഒരിക്കലും ഇല്ല. അതാണ് സമുദ്രം. അതെ, നിങ്ങളുടെയൊക്കെ ഒരു മഹാഭാഗ്യമാണ് ഈ ഫ്ലോറിൽ നിന്ന് തമ്പിച്ചേട്ടൻ്റെ മുമ്പിൽ നിന്ന് പാടാൻ സാധിച്ചത്. എല്ലാവരും നന്നായി പാടി. എല്ലാവർക്കും എൻ്റെ ബ്ലെസ്സിങ്സ്. MG അങ്ങളെ, അക്ഷത്തിന്റെ ഒരു ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഈ പാട്ട് പാടണം. അപ്പൊ താങ്കളുടെ മുന്നിൽ വെച്ച് തന്നെ പാടാൻ പറ്റി. ലക്കിയാണ്, നല്ലോണം പാടിയെന്ന് പറഞ്ഞില്ലേ? ആ ശരി, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അയ്യോ താങ്ക് യു. കുട്ടിയാണ്. കോട്ടയംകാരൻ അച്ചായനും നമ്മുടെ ഇടുക്കിക്കാരി മിടുക്കിയുമാണ് ഇനി വേദിയിൽ എത്താൻ പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പ്രേക്ഷകർ നേരിട്ട് കണ്ടോളൂ.
मुझे कुछ कहना है, मुझे कुछ कहना है. समझ में आया? समझ में आया क्या? മനസ്സിലായോ? എനിക്ക് എന്തോ പറയാനുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. എന്ത് പറയാനുണ്ടെന്ന് വെച്ചാ നിങ്ങളിങ്ങനെ പാടി എന്താ പറയാ, തകർത്തു, പൊളിച്ചടുക്കി, കസറി, എന്തും പറയാ. ബെവിൻ, യുവർ വോയിസ് ഇസ് ജസ്റ്റ് അങ്ങനെ ഒരു കൂൾ കാറ്റ് ആണ്. ഏത് ലാംഗ്വേജ് ആയാലും അങ്ങനെ പാടുന്ന വളരെ കാഷ്വൽ ആണ്. ഏത് റേഞ്ച് ആയാലും, ഏത് സംഗതി ആയാലും, ഏത് എക്സ്പ്രഷൻ ആയാലും, ഇറ്റ്സ് ലൈക്ക് യു ആർ ജസ്റ്റ് ദയർ ആൻഡ് ഏതോ ഒരു ഡിവൈൻ ഫോഴ്സ് സിംഗിങ് ത്രൂ യു. അങ്ങനെ ഒന്നും എഫേർട്ട് ഇല്ലാതെ പാടുന്നു. യു ജസ്റ്റ് ബ്രില്യന്റ്. ഹിന്ദി അറിയാമോ? ഇല്ല, മനസ്സിലായി എനിക്ക്. മുജെ കുച്ച് വേർഡ് ലൈക്ക് ദാറ്റ് അല്ലേ? ലാംഗ്വേജ് ഇസ് പവർ ആണ്. ടു നോ ലാംഗ്വേജ് ഇസ് റിയലി ടു നോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൗണ്ട്സ് ആണ്. തീർച്ചയായിട്ടും പഠിക്കണം. പക്ഷെ ഈ ഒരു കുഞ്ഞല്ലേ. അല്ല, മേഘന എങ്ങനെ ഹിന്ദി പഠിച്ചത്? അതൊന്ന് പറഞ്ഞു, ഒന്ന് കേക്കട്ടെ. പിന്നെ ഹിന്ദി പാട്ട് പാടിയില്ലേ? എങ്ങനെ പിന്നെ പ്യാർ കിയാ തോ ഡർനാ ക്യാ, യേ कैसे हुआ? അല്ല, അപ്പൊ ഇതൊക്കെ ഹിന്ദി പാട്ടല്ലേ പാടിയത്? ഒരു ഹിന്ദി പാട്ടാണോ പാടിയത്? ഹിന്ദിയല്ലേ ഇപ്പൊ പാടിയത്? അതെങ്ങനെ പഠിച്ചു? അത് പഠിച്ചിട്ടില്ല, അതിന്റെ അർത്ഥം പോലെ അറിയില്ല. പിന്നെ ഇല്ല അല്ലേ? ഇതെന്താ സംഭവം അറിയോ ഈ പാട്ട്? ഈ പാട്ടിന്റെ സംഭവം എന്താണ് പറഞ്ഞേ. സിനിമയുടെ ഈ പാട്ട് ആക്ച്വലി ഇത് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ അങ്കിളൊക്കെ കൂടെയാണ് വർക്ക് ചെയ്തത്. CID മൂസ എന്ന് പറഞ്ഞ പടത്തിലാണ്. അപ്പൊ അതിൽ ദിലീപ് അങ്കിള്, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പോയതുപോലെ അവരിങ്ങനെ ഒരു കാറും ഇതായിട്ട് പോകും. അപ്പൊ ദിലീപ് അങ്കിളിന് ഹിന്ദി അറിഞ്ഞൂടാ. അപ്പൊ ഭാവന ആന്റിക്ക് ഹിന്ദി മാത്രമേ അറിയൂ എന്ന് വിചാരിച്ചിട്ട് ദിലീപ് അങ്കിള് കുറെ ഹിന്ദി പടത്തിന്റെ പേരുകൾ പഠിച്ചിട്ട് അത് വെച്ചിട്ട് ഭാവന ആന്റിയുടെ അടുത്ത് സംസാരിക്കുക ഹിന്ദി അറിയുന്നത് പോലെ. അതാണ് ഈ പാട്ട്. അപ്പൊ മോള് കറക്റ്റ് അത് വെച്ച് പാട്ടുണ്ടാക്കി. അതാണ് മോള് ഇവിടെ മോളുടെ അവസാനത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല, എന്തായിരുന്നത്? അതൊന്ന് കാണിച്ചേ. അത് മോളുടെ തന്നെ സ്റ്റെപ്പാണോ? അതായിരുന്നു ഈ പാട്ടിന്റെ ഹൈലൈറ്റ്. അവിടെ മേഘന തന്നെ ഇറങ്ങി വന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വളരെ സ്വീറ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. ഞങ്ങൾക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതൊരു സിനിമ മാതിരി തോന്നിച്ചില്ലേ? ആ കാർ വരലും ഈ ഡാൻസേഴ്സ് ഒക്കെ മോളുടെ കൂടെ നിൽക്കണം. അവർക്ക് എല്ലാവർക്കും വലിയൊരു അപ്രിസിയേഷൻ. സ്വരസന്ധ്യയിൽ നമ്മുടെ സ്വന്തം മധുവങ്ങളും ആൻഡ് ബെൻസനും ചേർന്ന് ചെന്താർമിഴി എന്ന് തുടങ്ങുന്ന ഒരു മനോഹര ഗാനം പ്രേക്ഷകർക്കായി.
കുഞ്ഞു ചിരിയുടെ പാട്ട് ചന്തം വിടർത്തിയ ടോപ്പ് സിംഗറിന്റെ ഈ വേദിയിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അനുചേച്ചിയും ദീപങ്ങളും ചേർന്ന് ഒരു മനോഹരമായ ഹിന്ദി ഗാനം പ്രേക്ഷകർക്കായി.
അഭിമാൻ എന്ന പിക്ചറിൽ എല്ലാ പാട്ടുകളും എൻ്റെ അഭിമാനം ഒരുപാടുള്ള പാട്ടുകളാണത്. ഈ പാട്ട് എസ്പെഷ്യലി ഇത് അതിൻ്റെ സിറ്റുവേഷനും ആ ഒരു ഫീലും പിന്നെ ഇന്ന് അത് പാടാൻ ഒരു അവസരം കിട്ടി. അത് തന്നെ ഒരു നമ്മുടെ 150th എപ്പിസോഡിൽ സത്യം അല്ലേ. ഇത് ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന പാട്ടാണ്. എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലിട്ട് കേട്ട പാട്ടാണ്. ശ്രീകുട്ടൻ ചേട്ടൻ എപ്പോഴും പറയുന്ന പോലെ കേൾവിജ്ഞാനം മാത്രമാണ് ഈ പാട്ട്. അപ്പൊ ഇതുവരെ ഞാൻ ഈ പാട്ട് പാടിയിട്ടില്ല. ആദ്യമായിട്ട് ഇന്ന് സ്റ്റേജിലാണ് പാടുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ചാൻസ് എടുത്തു, ഇത് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ടെലികാസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് അനുജി ഇവിടെ നിൽക്കുന്നതും ജയബാദ്രി സ്റ്റൈലിൽ തന്നെ സാരി എടുത്തതും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തനിയെ പാട്ടങ്ങ് വന്നു. അതാണ് പറ്റിയത്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ 150th എപ്പിസോഡായി പല സർപ്രൈസസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സർപ്രൈസ് ഇതാ. ഞങ്ങൾ എല്ലാവരും ടോപ്പ് ബാൻഡിനെ കണ്ട് ലോകമെമ്പാടുള്ള മലയാളികളെ കണ്ണും ചെവിയും അന്താളിച്ചിരിക്കുകയാണ് എപ്പോഴും ഇവരുടെ പെർഫോമൻസ് കണ്ട്. ഇതിൽ ഓരോ മ്യൂസീഷ്യൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഹൈ എൻഡ് പ്രൊഫഷണൽസ് ആണ്. അതായത് സിനിമയ്ക്ക് ഇവർ തന്നെയാണ് വായിക്കുന്നത്, പ്ലേ ബാക്ക് സിംഗേഴ്സിന് ഇവരാണ് വേൾഡ് ടൂർ ട്രാവൽ ചെയ്യുന്നത്. അപ്പം അതെല്ലാം നമുക്കറിയാം. നമ്മളെപ്പോഴും സുശാന്ത് എന്ന് വിളിച്ച് എന്തുണ്ടെങ്കിലും സുശാന്തിനെ ആദ്യം പിടിക്കും. ഗ്രൂമറിലേക്ക് സുശാന്താണ് എല്ലാം എത്തിക്കുന്നത്. കുട്ടികളുടെ കാര്യങ്ങളും നമ്മൾ ചില ടിപ്സ് സുശാന്തിൻ്റെ അടുത്ത് നിന്നാണ് കുട്ടികൾ മേടിക്കുന്നത്. അപ്പോൾ ഈ സുശാന്തിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സുശാന്ത് എന്താണ് എന്ന് കീബോർഡിൽ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതല്ലാതെ സുശാന്ത് ഒരു അടിപൊളി ഹാർമോണിയം പ്ലെയറാണ്. അത് ഞങ്ങൾ നേരിട്ട് കണ്ടനുഭവിച്ചതാണ്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ നേരിട്ട് കാണാൻ പോവാണ്. സുശാന്ത് വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് ഗാനഭൂഷണം പാസ്സായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റും കൂടെയാണ്. അപ്പോൾ അത്തരം ഒരു ബാൻഡ് ലീഡറാണ് നമുക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും കുട്ടികളെ ട്രെയിൻ ചെയ്ത് ഗ്രൂമേഴ്സിൻ്റെ ഒപ്പം തന്നെ എല്ലാ സിൻസിയർ എഫേർട്സും ഇടുന്ന സുശാന്തിൻ്റെ വേറൊരു കളറാണ് ഇന്ന് ടോപ്പ് സിംഗർ സീസൺ 2ൻ്റെ ഓഡിയൻസ് കാണാൻ പോകുന്നത്. കൊളംബസ് വിട്ടാച്ചു ലീവ് കൊണ്ടാട കണ്ടുപിടിത്ത് കൊണ്ടാ ഒരു ദ്വീപ്. കൊളംബസ് വിട്ടാച്ചു ലീവ് കൊണ്ടാട കണ്ടുപിടിത്ത് കൊണ്ടാ ഒരു ദ്വീപ്. ലീവ് 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 വേണം പുതിയ ദ്വീപ് ദ്വീപ്. ലീവ് 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 വേണം പുതിയ ദ്വീപ് ദ്വീപ്.
விளையாது கண்ணகி சிலைதான் இங்குண்டு சீதைக்கு தனியாய் சிலையேது பிலிமு காட்டு பண்ண பார்க்கலனா take it easy policy பக்கத்து சீட்டுல பாட்டி உட்கார்ந்தா take it easy policy பண்ணிகள் தேடி சண்டையில் வந்தா take it easy policy அடுத்த காதலி அண்ணான்னு சொன்னா take it easy policy ஊவசி ஊவசி take it easy ஊவசி ஊசி போல உடம்பிருந்தா தேவையில்லை பாமசி வாழ்க்கையில் வெல்லவே take it easy policy வானத்தில் வாழ்க்கையில் வாலிபம் ஒரு ஃபேண்டசி பகலிலே கலர்கள் பாராமல் இருட்டிலே கண்ணது நன்ன பயன் சுதந்திரன் மற்றும் இல்லாமல் சொர்க்கமே இருந்தும் என்ன பயம் பிகருகள் யாரும் இல்லாமல் வகுப்புகள் இருந்தும் என்ன பயன் 20 வயதில் ஆடாமல் 60 ஆடி என்ன பயன் നമ്മുടെ ഈ 150th എപ്പിസോഡിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജഡ്ജസിനെ എല്ലാവരെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം ജഡ്ജസ് ഓൺ സ്റ്റേജ്. പ്രിയപ്പെട്ട സംഗീത പ്രേമികളെ, ഈ 150ാമത് എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അതിനു മുമ്പ് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ 100ാമത്തെ എപ്പിസോഡിൽ ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനം 150ാമത് എപ്പിസോഡിലും ഞങ്ങൾക്ക് തരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അല്ലേ ദീപു? തീർച്ചയായിട്ടും 50ൽ നിന്നും 100ലേക്കുണ്ടായ കയറ്റമാണ് 100ൽ നിന്നും 150ലേക്ക് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കയറിയിരിക്കുന്നതും. അത് വെറുതെ എപ്പിസോഡ് കൂടുന്നത് മാത്രമല്ലാതെ ഷോ തരുന്ന എക്സൈറ്റ്മെന്റ്സും കുട്ടികളിൽ തരുന്ന ഇമ്പ്രൂവ്മെന്റ്സും എല്ലാം കയറി വരുന്നത് കാണുമ്പോൾ നമുക്കും നിങ്ങൾക്കുള്ളത് പോലെ തന്നെയുള്ള സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറെ കാഴ്ചകൾ മുമ്പോട്ട് കാണാനായിട്ട് പ്രതീക്ഷിക്കാം. 100ാമത്തെ എപ്പിസോഡിൽ കുട്ടികൾ പെർഫോം ചെയ്ത പോലെയല്ല 150ാമത്തെ എപ്പിസോഡ്. അതെ, അതിലും കൂടുതൽ ഇംപ്രൂവ് ചെയ്തിട്ടാണ് ഈ 150ാമത്തെ എപ്പിസോഡ്. അപ്പൊ ഇനി അടുത്ത 200ാമത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടാവും? അതെ, എങ്ങനെ ഉണ്ടാവും പറയട്ടെ, ഞങ്ങള് പൊളിക്കും. അതെ അതെ, അതല്ല ഞങ്ങളുടെ പിള്ളേരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ആരാ. ഈ 150ാമത്തെ എപ്പിസോഡിന് നിറപ്പകിട്ടേകാൻ ഇവിടെ എത്തിയ ഒരു നിറത്തിന്റെ 7 വർണ്ണങ്ങൾ അല്ലെ 7 സപ്തസ്വരങ്ങൾ പോലെ ഞങ്ങളെ അനുഗ്രഹിച്ച ശ്രീകുമാരൻ തമ്പിച്ചേട്ടന് ആദരവോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരും എൻ്റെ കുട്ടികളാണ്. ഇവിടെ മത്സരിക്കുന്ന ഉച്ചകുട്ടികളോടൊപ്പം ഈ ദിവസം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അങ്ങേയറ്റൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ശരിക്കും ഇത് ആസ്വദിച്ചു. പ്രത്യേകിച്ചും കൂടിക്കുരുന്നുകളുടെ പ്രകടനം എന്നെ അത്ഭുതപ്പെടുത്തി. അവരുമായി ചെലവഴിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ എന്നും ഞാൻ ഓർമ്മിക്കും. സംഗീതത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അത് എത്രമാത്രം ലളിതമാണ്, അതേസമയം എത്രമാത്രം കഠിനമാണ്. ഇത് രണ്ടും വിളിച്ചോതുന്ന ഒരു പ്രോഗ്രാമാണ് ടോപ്പ് സിംഗർ. സീസൺ 1-ൽ സീതാലക്ഷ്മിയെ പോലെയും തേജസ്വിനെ പോലെയുള്ള ഗായകർ സൃഷ്ടിക്കാൻ സാധിച്ചു ഈ പരിപാടിക്ക്. അതുപോലെ ശക്തരായ പാട്ടുകാർ ഈ സീസൺ 2-ലും ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാ മത്സരാർത്ഥികൾക്കും ഞാൻ നന്മ തരുന്നു. ഈ പരിപാടി ആസ്വദിച്ച പ്രേക്ഷകർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എന്തായാലും തമ്പിച്ചേട്ടന് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ഇനി ഒരുപാട് നാളുകൾ നല്ല നല്ല കവിതകളും നല്ല നല്ല പാട്ടുകളും എഴുതാൻ സർവേശ്വരൻ എന്ന ദീർഘായുസ്സും അതിനുള്ള ശക്തിയും ബുദ്ധിയും എല്ലാം നൽകട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോടും മൂകാംബി അമ്മയോടും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. നല്ലത് വരുത്തട്ടെ. ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹം തമ്പിച്ചേട്ടൻ ഇവിടെ വന്നതിലും ഞങ്ങളുടെ കുട്ടികളെയൊക്കെ അനുഗ്രഹിച്ചതിലും ഒരു ചെറിയ ഉപകാരം, ഒരു പൊന്നാണ്.
ഈ 150ന്റെ നിറവിൽ തമ്പിച്ചേട്ടൻ ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ സമ്മാനം കൊടുക്കുന്നു. അക്ഷിത്. ശ്രീ നന്ദകുട്ടൻ. ബെവൻ. കൃഷ്ണജിത്ത് അഥവാ കിണിയൻ. തീർത്ഥ. ദേവനശ്രിയ. ദേവന CK. ദിയക്കുട്ടി. മിയക്കുട്ടി. മേഘുഡു. നമ്മുടെ സ്വന്തം മീനൂട്ടി. നൂറ്റി 150ാമത്തെ എപ്പിസോഡിന്റെ ആഘോഷത്തിന്റെ കലാശക്കൊട്ടിതാ തുടങ്ങുന്നു. തുടങ്ങട്ടെ? റെഡി? പിടിച്ചോ എന്നാ. ഉത്സവം കണ്ടു നടക്കുമ്പോൾ ഞാൻ കണ്ടൊരു പുഷ്പവിളിയുടെ തേരോട്ടം 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 തേരോട്ടം. ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പവിളിയുടെ തേരോട്ടം 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 തേരോട്ടം. അങ്ങനെ നമ്മളുടെ 150ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. Hope you all enjoyed a lot.